ഇന്നേ ചില്ലറ പ്ലംബിങ്ങും അറ്റകുറ്റപ്പണിയൊക്കെയാണ്. നമുക്ക് ഇവിടെ 2 പൈപ്പായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പം ഇതിലായിരുന്നു ഓസ് കണക്ട് ചെയ്തിട്ടിരുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഓസ് നീണ്ടു കിടക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ആ പൈപ്പ് ആ പൈപ്പ് എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ട്, എന്നിട്ട് ഓസ് അതിലേക്ക് കണക്ട് ചെയ്ത് ഒരു പുതിയ ടാപ്പ് മേടിച്ചിട്ടുണ്ട്. ആ ടാപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലെ ചെടിയൊക്കെ നടക്കാനായിട്ട്, ഇത് ഫുള്ള് വലിയ നീളത്തിൽ ഓസായിരുന്നേ. ഈ ഓസ് നമുക്ക് പൈപ്പിൽ സെറ്റ് ചെയ്യേ. അതിന് നമുക്ക് ആദ്യം ഈ ഓസ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. നോക്കാം. പൈപ്പിൽ വെച്ച് ഓസ് കയറ്റാൻ നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഈ എൻഡ് മാത്രം ഊരി എടുത്തിട്ട് എന്നിട്ട് ഞാൻ ഓസ് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കയറ്റുവാണേ. കൈ നിവരാത്ത കാരണമുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഓസ് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഓസ് ക്ലിപ്പ് ഇടാം ഇതിനകത്തോട്ട്. ഈ ഓസിൻ്റെ ഈ എൻഡ് എടുത്തിട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ വരുമ്പോഴത്തേക്ക് അത് ഊരിപ്പോവും. അങ്ങനെ നമ്മൾ ഓസ് ക്ലിപ്പ് ഇടും. ഇതിലേക്ക് നമ്മൾ ഓസ് ക്ലിപ്പ് വെച്ചിട്ടേ ഇത് ടൈറ്റ് ചെയ്യണം. 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഒരു ഓസ് ക്ലിപ്പ് മേടിച്ചിട്ട് ഓസ് ക്ലിപ്പ് ടൈറ്റ് ചെയ്യുവാണേ. ഇതിനെ പൈപ്പിലേക്ക് പിടിപ്പിക്കാം. പൈപ്പ് ഇട്ട് ഓസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് അറ്റം വരെ ഒറ്റ ഓസായിരുന്നു ചെടി നനയ്ക്കാനായിട്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ചെടി ഈ ഓസിലും നനയ്ക്കാം, അങ്ങോട്ടുള്ള ചെടി ആ ഓസിലും നനയ്ക്കാം. അപ്പം ഇവിടെ നമ്മളെ ടൈലിട്ടിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് ചെളിയും ആവത്തില്ല. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണിത്. അപ്പം അമ്മ ഇനി പോയ വാൽവൊന്ന് തുറന്നേ. ഓക്കെ, പൈപ്പ് തുറക്കാം. അപ്പം നമുക്കിങ്ങനെ സുഖത്തിന് ഇവിടെ നിന്നുള്ള ചെടികൾ ഇങ്ങനെ നനച്ച് പോകും. ഇപ്പം കണ്ട നമുക്ക് കുറച്ച് അഴുക്കാവാതെ ഇവിടെ നിന്ന് അവിടം വരെയുള്ള ചെടി നമുക്ക് ഈ ഓസിൽ നിന്ന് നനയ്ക്കാം, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചെടി ആ ഓസിലും നനയ്ക്കാം. അപ്പം ഇങ്ങോട്ട് ചെടിയാവത്തില്ല.